ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് കണ്ടു. എനിക്ക് തോന്നിയത് ഈ സിനിമ മലയാളത്തിലെ വൺ അമംഗ് ദ ബെസ്റ്റ് സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പ്ലോട്ട് തന്നെയാണ്. അതായത് സിനിമ സംഭവിക്കുന്ന സ്ഥലം തന്നെയാണ് ഒരു സറിയൽ സെറ്റപ്പിലാണ് ഈ സിനിമ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ ക്രോസ്, അതും ഒരു മരുഭൂമി അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. അവിടെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഗേറ്റ്മാൻ ആയിട്ടുള്ള ആസിഫ് അലി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലോട്ട് വളരെ യാദൃശ്ചികമായി നമ്മുടെ നോർമൽ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു മോഡേൺ സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അമല പോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം വന്നു ചേരുന്നത്. അവര് തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളാണ് സിനിമയുടെ പ്രധാന പ്ലോട്ടായിട്ട് വന്നിട്ടുള്ളത്. ഒരു സറിയൽ സെറ്റപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ അതെന്താണ് അങ്ങനെ പറയാനെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഒരു റെയിൽവേ ക്രോസ്, അത് ഇരിക്കുന്ന ഭാഗം തന്നെ, അതിന്റെ ടെറൈൻ തന്നെ ഏകദേശം ഒരു മരുഭൂമി ഏരിയ പോലെയാണ് നമുക്ക് തോന്നുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. സിനിമയിലെ ആ ഓരോ ഫ്രെയിമും നമ്മൾ എടുക്കുമ്പോൾ അത് സിനിമയുടെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർ കാണിക്കുന്ന ഓരോ ഫ്രെയിംസും ആ സിനിമയുടെ സ്വഭാവം മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഫ്രെയിംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാം ഓരോ ഫ്രെയിം ഫ്രീസ് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് കിട്ടുന്ന തരത്തിലുള്ള ഫ്രെയിംസ് ആണ്. അപ്പു പ്രഭാകർ എന്നാണ് ക്യാമറാമാന്റെ പേര്. അദ്ദേഹം വളരെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്നാണ് സിനിമയിലെ ഓരോ സീൻസും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് ലൈറ്റിങ്ങിന്റെ കാര്യത്തിലായാലും കോമ്പോസിഷന്റെ കാര്യത്തിലായാലും പുതുമയുള്ള ഫ്രെയിംസിന്റെ കാര്യത്തിലായാലും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഫ്രെയിംസ് ആണ് സിനിമയിൽ ഉടനീളം നിലനിൽക്കുന്നത്. അതൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിനെ അത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമാറ്റോഗ്രഫി വർക്ക് വന്നിട്ടുള്ളത്. ആസിഫ് അലി ഒരു സ്റ്റാർ എന്ന നിലക്ക് ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ പണ്ട് മുതലേ എനിക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ടറുടേത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാനത് പലപ്പോഴും പറയുന്ന സമയത്ത് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പോലെ എന്നെ കളിയാക്കാറുണ്ട്. പക്ഷേ ആ കളിയാക്കലുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസിന്റെ റേഞ്ചിന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ഈ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഗെറ്റപ്പ് ചേഞ്ചും ആ ഒരു ക്യാരക്ടറിലോട്ട് അദ്ദേഹം ഇറങ്ങി ചെന്നിരിക്കുന്ന രീതി, ആസിഫ് അലി എന്ന ഒരു വ്യക്തിയെ അതിൽ കാണാനേ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഈ ഗേറ്റ്മാൻ ആയിട്ട് അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ആ പ്രകടനത്തിന്റെ കാര്യം പറയുമ്പോൾ ഡയലോഗ് ഡെലിവറി ആയാലും അതുപോലെ തന്നെ മാനറിസങ്ങളായാലും അദ്ദേഹത്തിന്റെ ഗേറ്റ്, അദ്ദേഹം നടക്കുന്ന രീതി ആണെങ്കിൽ പോലും ഒരു ലിംബിംഗ് ഉള്ള ഒരു തരത്തിലുള്ള ഒരു വാക്കിംഗ് സ്റ്റൈലാണ് അദ്ദേഹത്തിനുള്ളത്. മൊത്തത്തിൽ ആ ക്യാരക്ടറിനെ ആവാഹിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാൻ ആസിഫ് അലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻസും. അർഫാൻ അയൂബാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ജിത്തു ജോസഫ് സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് വരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ജിത്തു ജോസഫിന്റെ മുന്നേയുള്ള ഫിലിമുകളിൽ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ മനസ്സിലായി. അതിന്റെ എല്ലാ ഗുണങ്ങളും ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഇന്റർവൽ പഞ്ച് തൊട്ട് സിനിമയുടെ ക്ലൈമാക്സ് വരെ ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റുകൾ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് ചില ട്വിസ്റ്റുകളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയാണ് സംഭവിച്ചെങ്കിലും ചിലത് നമുക്ക് വളരെ ഹൈ തരുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് നമുക്ക് പോസ്റ്റ് ക്ലൈമാക്സ് ആ സ്റ്റേജിൽ പോലും നമുക്ക് ട്വിസ്റ്റിന്റെ ഒരു അയ്യരുകളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലാണ് ആ സിനിമയുടെ തിരക്കഥയും മേക്കിങ്ങും വന്നിട്ടുള്ളത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോൾ വിശാൽ ചന്ദ്രശേഖരാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സീതാരാമത്തിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി സിനിമയിലുണ്ട്. ആ സിനിമയുടെ ഓരോ സീൻസിനും, കാരണം ഇത് മെയിനായിട്ട് മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു ഫിലിമാണ്. അതും ഒരു ഐസൊലേറ്റഡ് സ്പേസിൽ, ഒരു സിംഗിൾ സ്പേസിലാണ് ഭൂരിഭാഗം സീൻസും സീക്വൻസും നടക്കുന്നത്. അപ്പൊ ആ ഒരു സീൻസിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള മ്യൂസിക്കൽ ബിൽഡപ്പ് ആണ് സിനിമ കിട്ടിയിട്ടുള്ളത്. അത് നമ്മളെ സിനിമയിലോട്ട് പിടിച്ചിരുത്തുന്ന കാര്യത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മേക്കപ്പ് മാൻ റോണക് സേവ്യർ ആണ് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഭാഗമായ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയിൽ മേക്കപ്പിന് നേരിടേണ്ടി വന്ന വിമർശനങ്ങളെ എല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് അവതരണമാണ് ഈ സിനിമയിൽ ആസിഫ് അലിയുടെ ആ ക്യാരക്ടറിന് നൽകിയിട്ടുള്ളത്. അത്രയ്ക്കും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ആസിഫ് അലി കിട്ടിയുള്ളത്. ആസിഫ് അലിയുടെ പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ ക്യാരക്ടർ
അദ്ദേഹം ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന രീതിയാണ്. ഓരോ സീനിലും അദ്ദേഹത്തിന്റെ ആ ഒരു മാനറിസത്തിന്റെ എക്സ്പ്ലനേഷൻ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ സീനിലും അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഹെഡ് മൂവ്മെന്റ്സും കാര്യങ്ങളുണ്ട്, നോട്ടം പോകുന്ന രീതിയൊക്കെ ഉണ്ട്. ഓരോ ഡയലോഗിനും അദ്ദേഹം ആ ഒരു സാധനം കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എലമെന്റ് നന്നായിട്ട് ആ ക്യാരക്ടറിനെ പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന അമല പോളും അതുപോലെ തന്നെ ഷറഫുദ്ദീനും അവരവരുടെ റോളുകൾ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അഭിപ്രായം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആസിഫ് അലിയുമായിട്ട് വരുന്ന കോമ്പിനേഷൻ സീനുകളിൽ ചില സീനുകളിൽ അമല പോൾ ഒന്ന് താഴോട്ട് പോകുന്ന പോലെ ഒരു ഫീല് ഉണ്ടായിരുന്നു. പിന്നെ ഷറഫുദ്ദീന് പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ സീൻസ് ഒരുപാട് സീക്വൻസിൽ അപ്സൈഡ് ഡൗൺ ആയിട്ട് ക്യാമറ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫ്രെയിംസും കാര്യങ്ങളും അപ്സൈഡ് ഡൗൺ ആയിട്ട് കാണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സിനിമയുടെ ആ സ്വഭാവം എങ്ങോട്ടാണ് മാറുന്നതെന്ന് ഉള്ള ഒരു ചെറിയൊരു ഗസ്സിങ് നമുക്ക് നടത്താൻ പറ്റും. ഏറെക്കുറെ ഏരിയകളിലൊക്കെ അത് ശരിയായിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ വണ്ടർ അടിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലോട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ആ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് ഇത് മൊത്തം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ട്യൂണീഷ്യയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ ഒരു ഏരിയയിൽ ആ ഭൂപ്രകൃതി അതുപോലെ തന്നെ ഒപ്പിയെടുക്കുന്നതിലും അത് സിനിമയിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന് ഉപയോഗിക്കുന്നതിലും ഡയറക്ടറും അതുപോലെ തന്നെ ക്യാമറമാനായ അപ്പു പ്രഭാകറും വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ ഒരു മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് ആയിട്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാവും. വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.